ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെൻറ്റർ ഫോംസ് GOM ഫോർ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ് മെൻറ്റ് ഫോർ SC ST OBC മൈനോറിറ്റീസ് ആൻഡ് വുമൺ. അപ്പോൾ Center has constituted a group of ministers chaired by, അപ്പോൾ GOMൻ്റെ ഫുൾ ഫോം ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്, chaired by രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ആണ് അതിൻ്റെ ചെയർപേഴ്സൺ. ഫോർ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് വെൽഫെയർ സ്കീംസ് മെൻറ്റ് ഫോർ SC ST OBC മൈനോറിറ്റീസ് ആൻഡ് വുമൺ. അപ്പോൾ SC ST OBC മൈനോറിറ്റീസ് ആൻഡ് വുമണിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് നടന്നത്. അത് ചെയർപേഴ്സൺ ആയിരുന്നത് രാജ്നാഥ് സിംഗ് ആണ്. ഹോം മിനിസ്റ്റർ അമിത് ഷാ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ആർ ഓൾസോ മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ അമിത് ഷായും അതേപോലെ നിർമ്മല സീതാരാമനും മെമ്പേഴ്സാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബ്രോഡർ ഒബ്ജക്റ്റീവ് ഓഫ് എ ഗവൺമെൻറ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് ടു വർക്ക് ഫോർ എംപവർമെൻറ്റ് ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്സസ് ആൻഡ് മൈനോറിറ്റീസ്. അപ്പോൾ ഈ GOMൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ബ്രോഡർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപവർമെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്സസ് ആൻഡ് മൈനോറിറ്റീസ്. ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ എംപവർമെൻറ്റ് അതേപോലെ മൈനോറിറ്റീസിൻ്റെ എംപവർമെൻ്റ് ആണ് ഈ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്, exports of software services up 2.1% to 148.3 billion in 2020-21 RBI സർവേ. അപ്പോൾ ഒരു RBI റിലീസ് ചെയ്ത ഡാറ്റ പ്രകാരം എക്സ്പോർട്സ് ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് 2.1% വർദ്ധിച്ചിട്ട് $148.3 ബില്യൺ ആയി 2020-21 ഇയറിൽ. സോ computer services and ITES accounted for 65.3% and 34.7% respectively of the total software services exports. So export of services export of software services 2.1% വർദ്ധിച്ച് 148.3 ബില്യൺ ആയി 2020-21. അപ്പോൾ RBI ആണ് ഈ ഡാറ്റ റിലീസ് ചെയ്തത്. അപ്പോൾ RBIയുടെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. RBI എസ്റ്റാബ്ലിഷ് ആയത് 1 ഏപ്രിൽ 1935 RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗവർണർ. അതേപോലെ RBIയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് 4 ആളാണുള്ളത്. MK ജെയിൻ, MD പത്ര, മൈക്കിൾ ദേബത്ര പത്ര, പിന്നെ രാജേശ്വർ റാവ്, T രവിശങ്കർ. ഇവരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പിന്നെ RBIക്ക് 4 സബ്സിഡറീസ് ആണുള്ളത്, ഫുള്ളി ഓൺഡ് സബ്സിഡറീസ് ഓഫ് RBI 4 അതിലത്തെ ഒന്നാമത്തതാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, പിന്നെ NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ IFTAS ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. ഈ 4 RBIയുടെ സബ്സിഡറികൾ. അടുത്ത ന്യൂസ്, ഫേസ്ബുക്ക് ഇന്ത്യ അപ്പോയിൻറ്റ്സ് ഫോർമർ IAS രാജീവ് അഗർവാൾ ആസ് ഡയറക്ടർ ഓഫ് പബ്ലിക് പോളിസി. അപ്പോൾ ഫേസ്ബുക്ക് ഇന്ത്യ ഫോർമർ IAS ഉദ്യോഗസ്ഥനായ രാജീവ് അഗർവാളിനെ പബ്ലിക് പോളിസിയുടെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. രാജീവ് അഗർവാൾ ആസ് ഡയറക്ടർ ഓഫ് പബ്ലിക് പോളിസി വിൽ റിപ്പോർട്ട് ടു അജിത് മോഹൻ VP ആൻഡ് MD ഓഫ് ഫേസ്ബുക്ക് ഇന്ത്യ. അപ്പോൾ രാജീവ് അഗർവാളിനെയാണ് ഡയറക്ടർ ഓഫ് പബ്ലിക് പോളിസിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. ഇനി അടുത്ത ന്യൂസ്, ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് സൈൻസ് വിത്ത് ആക്ടർ പങ്കജ് ത്രിപാഠി ആസ് ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ നെക്സ്റ്റ് ബ്രാൻഡ് അംബാസിഡർ, ഇനി വരാൻ പോണ ബ്രാൻഡ് അംബാസിഡർ പങ്കജ് ത്രിപാഠിയാണ്. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ലിമിറ്റഡ്, എ ഫിൻടെക് ഫോർ എമർജിംഗ് ഇന്ത്യൻ കസ്റ്റമേഴ്സ് വിൽ നൗ വർക്ക് വിത്ത് ആക്ടർ പങ്കജ് ത്രിപാഠി ആസ് ഇറ്റ്സ് എ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ ഋഷി ഗുപ്തയാണ് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ MD ആൻഡ് CEO. നെക്സ്റ്റ് ന്യൂസ്, HDFC ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് Paytm ടു ലോഞ്ച് co-branded ക്രെഡിറ്റ് കാർഡ്സ്. അപ്പോൾ 2 പേരുടെയും കൂടി പേരിലുള്ള ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് HDFCയും Paytmഉം
പാർട്ട്ണർഷിപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. HDFC ആൻഡ് Paytm അനൗൺസ്ഡ് എ പ്ലാൻ ടു ലോഞ്ച് എ റേഞ്ച് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ് പവേർഡ് ബൈ വിസ. അപ്പോൾ അത് പവർ ചെയ്യുന്നത് വിസ ആയിരിക്കും. സോ ദ പാർട്ട്ണർഷിപ്പ് എയിംസ് ടു പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് ഓഫറിങ്സ് അക്രോസ് കസ്റ്റമർ സെഗ്മെൻറ്റ്സ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ മില്ലേനിയൽസ്, ബിസിനസ് ഓണേഴ്സ് ആൻഡ് മെർച്ചൻസ്. അപ്പോൾ HDFC ബാങ്ക് Paytm ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തു. അത് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ HDFC ബാങ്കിൻ്റെയും Paytmൻ്റെയും കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. HDFC ബാങ്ക് ഫൗണ്ടഡ് ഓൺ ഓഗസ്റ്റ് 1994 ഫൗണ്ട് ചെയ്തത്. HDFC ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. HDFC ബാങ്കിൻ്റെ CEO ശശിധർ ജഗദീശനാണ്. HDFC ബാങ്കിൻ്റെ ടാഗ് ലൈന് വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് ആണ്. ഇനി Paytmൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK. Paytm ഫൗണ്ടഡ് ഓൺ 2010 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO സെയിം പേഴ്സൺ ആണ്, വിജയ് ശേഖർ ശർമ്മയാണ്. നെക്സ്റ്റ് ന്യൂസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ലോഞ്ചസ് പാൻ ഇന്ത്യ സ്പെഷ്യൽ ക്യാമ്പയിൻ ഫോർ ജസ്റ്റിസ് ഡെലിവറി അറ്റ് ഡോർ സ്റ്റെപ്പ്. അപ്പോൾ ജസ്റ്റിസ് ഡെലിവറി അറ്റ് ഡോർ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഒരു പാൻ ഇന്ത്യ സ്പെഷ്യൽ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് നാൽസ ഹാസ് അണ്ടർടേക്കൺ എ സ്പെഷ്യൽ പാൻ ഇന്ത്യ ക്യാമ്പയിൻ ടു മെയിൻ സ്ട്രീം ലീഗൽ എയ്ഡ് ആൻഡ് to actualize the inspiration of access to justice for every citizen. സോ എല്ലാ സിറ്റിസണിനും ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാൻ ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഡെലിവറി അറ്റ് ഡോർ സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇന്ത്യ സ്പെഷ്യൽ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ലോഞ്ച് ദ ഏക് പഹൽ ഡ്രൈവ് അക്രോസ് ദ കൺട്രി ഫ്രം September 17 till 2 October ടു എൻകറേജ് മാസ് രജിസ്ട്രേഷൻ. അപ്പോൾ മാസ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഏക് പഹൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രൈവും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. സോ അത് September 17 മുതൽ October 2 വരെ ആയിരിക്കും അത് നടക്കുക. നെക്സ്റ്റ് ന്യൂസ്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ Research and Analysis Wing, India's undercover operations agency completes 53 years in service to the nation. അപ്പോൾ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് 53 years കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യസ് അണ്ടർ കവർ ഓപ്പറേഷൻസിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് 53 years കംപ്ലീറ്റ് ചെയ്തു. സർവീസ് ടു നേഷൻ, നമ്മുടെ നേഷന് വേണ്ടി സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 53 years കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് 1968 എസ്റ്റാബ്ലിഷ് ചെയ്തത്. റോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1968. നെക്സ്റ്റ് ന്യൂസ്, ഡ്വാർഫ് കണ്ടെയ്നേഴ്സ് ട്രെയിൻ ഫ്ലാഗ്ഡ് ഓഫ് ടു റെഡ്യൂസ് ലോജിസ്റ്റിക്സ് കോസ്റ്റ്. സോ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ഫ്ലാഗ്ഡ് ഓഫ് ഡ്വാർഫ് container train from Jawaharlal Nehru Port Trust. With this, first consignment of laden dwarf containers from port was moved by train to ICD Kanpur. അപ്പോൾ ഡ്വാർഫ് കണ്ടെയ്നേഴ്സ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ലോജിസ്റ്റിക്സ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ന്യൂസ്, ജസ്റ്റിൻ ട്രൂഡ്യൂസ് ലിബറൽ പാർട്ടി നാരോലി വിൻസ് കാനഡ ഇലക്ഷൻസ് ബട്ട് ഫാൾസ് ഷോർട്ട് ഓഫ് മെജോറിറ്റി. അധികം മെജോറിറ്റി ഒന്നും ഇല്ലാതെ ജസ്റ്റിൻ ട്രൂഡ്യൂവിൻ്റെ ലിബറൽ പാർട്ടി കാനഡ ഇലക്ഷൻസ് ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാനഡയുടെ പ്രൈം മിനിസ്റ്ററാണ് ജസ്റ്റിൻ ട്രൂഡ്യൂ. അപ്പോൾ ആ പാർട്ടി തന്നെ, ജസ്റ്റിൻ ട്രൂഡ്യൂവിൻ്റെ പാർട്ടി തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഇലക്ഷൻ. പക്ഷേ ഒരു വൻ ഭൂരിപക്ഷം പിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ കാനഡയുടെ ക്യാപിറ്റലാണ് ഒട്ടാവ. കാനഡ ക്യാപിറ്റൽ ഒട്ടാവ, കറൻസി ഡോളറാണ്. നെക്സ്റ്റ്, കോവളം ബീച്ച് ഇൻ തമിഴ്നാടു ആൻഡ് ഈഡൻ ഇൻ പുതുച്ചേരി ഗെറ്റ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഏതൊക്കെ ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവളം ബീച്ച് ഇൻ തമിഴ്നാടും ഈഡൻ ഇൻ പുതുച്ചേരിക്കുമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇൻ്റർനാഷണൽ ഇക്കോ ലേബിൾ, അത് ഇക്കോ ലേബിളാണ് ഈ ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഹാസ് അക്കോർഡഡ് ദ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഫോർ 2 new beaches this year, കോവളം ഇൻ തമിഴ്നാടു ആൻഡ് ഈഡൻ ഇൻ പുതുച്ചേരി ബീച്ചസ്. ഇന്ത്യ നൗ ഹാസ് 10 ബ്ലൂ ഫ്ലാഗ് ബീച്ചസ്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ടോട്ടൽ 10 ബ്ലൂ ഫ്ലാഗ് ബീച്ചസ് ആണ് ഉള്ളത്. സോ തമിഴ്നാടുലത്തെ കോവളത്തിലാണ് കിട്ടിയത് 1. അപ്പോൾ തമിഴ്നാടിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം.
തമിഴ്നാടു ക്യാപിറ്റൽ ചെന്നൈയാണ്. ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിനാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ. ഗവർണർ ഇപ്പോൾ റീസെൻ്റ്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള RN രവിയാണ് ഗവർണർ. പിന്നെ മുതുമലൈ നാഷണൽ പാർക്ക്, മുക്കുർത്തി നാഷണൽ പാർക്ക്, അന്നാമലൈ നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഗൾഫ് ഓഫ് മന്നാർ മറൈൻ നാഷണൽ പാർക്ക്, ഇതെല്ലാം തമിഴ്നാടുവിലാണുള്ളത്. പിന്നെ കളക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, വള്ളനാടു വൈൽഡ് ലൈഫ് സാങ്ച്വറി, വിരളിമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വേദാന്തങ്കൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശ്രീവില്ലിപുത്തൂർ ഗ്രിസിൽഡ് സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം തമിഴ്നാട്ടിലാണുള്ളത്. പിന്നെ ബൃഹദീശ്വര ടെമ്പിൾ, മീനാക്ഷി അമ്മൻ ടെമ്പിൾ, കാമാക്ഷി അമ്മൻ ടെമ്പിൾ, ഇതെല്ലാം തമിഴ്നാട്ടിലാണുള്ളത്. പിന്നെ കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റും മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റും തമിഴ്നാടുവിലാണുള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ്, ഇ-സഞ്ജീവനി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് ടെലിമെഡിസിൻ ഇനീഷ്യേറ്റീവ് കംപ്ലീറ്റ്സ് 1.2 crore കൺസൾട്ടേഷൻസ്. അപ്പോൾ ഇ-സഞ്ജീവനി ഒരു ടെലിമെഡിസിൻ ഇനീഷ്യേറ്റീവാണ്. അത് 1.2 crore കൺസൾട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇ-സഞ്ജീവനി HWC ഹാസ് കംപ്ലീറ്റഡ് അറൗണ്ട് 67 lakh കൺസൾട്ടേഷൻസ്. ഇറ്റ് ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് അറ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് under Ayushman Bharat scheme. It was rolled out in November 2019. 2019 roll out ചെയ്തത്. ആന്ധ്രാപ്രദേശാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു റോൾ ഔട്ട് ഇ-സഞ്ജീവനി HWC സർവീസസ്. ആന്ധ്രാപ്രദേശാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇ-സഞ്ജീവനി സർവീസസ് റോൾ ഔട്ട് ചെയ്തത്. സോ ആന്ധ്രാപ്രദേശിൻ്റെ നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് ജിക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് അമരാവതി. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്ററാണ് YS ജഗൻമോഹൻ റെഡ്ഡി. ഗവർണറാണ് ബിശ്വഭൂഷൺ ഹരിചന്ദൻ. പിന്നെ പോപ്പിക്കോണ്ട നാഷണൽ പാർക്ക്, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്, ഇത് രണ്ടും ആന്ധ്രാപ്രദേശിലാണുള്ളത്. കൗഡിന്യ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൃഷ്ണ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊളേരു ബേർഡ് സാങ്ച്വറി, നെലാപ്പട്ടു ബേർഡ് സാങ്ച്വറി, കമ്പലക്കൊണ്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം ആന്ധ്രാപ്രദേശിലാണുള്ളത്. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടിയാണ്. ഫോക്ക് ഡാൻസ് കോലാട്ടമാണ്. പിന്നെ ശ്രീശൈലം ടെമ്പിൾ, വെങ്കടേശ്വര ടെമ്പിൾ, കാണിപ്പാക്കം ടെമ്പിൾ, കനകദുർഗ ടെമ്പിൾ, ഇതെല്ലാം ആന്ധ്രാപ്രദേശിലാണുള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ്, ബംഗ്ലാദേശ് ഗവൺമെൻറ് ടു എക്സ്പോർട്ട് 2080 MT ഹിൽസ ഫിഷ് ടു ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു ഇനം ഫിഷിനെ എക്സ്പോർട്ട് ചെയ്യാൻ ബംഗ്ലാദേശ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. സോ ബംഗ്ലാദേശ് ഗവൺമെൻറ് ഹാസ് ബീൻ ഗിവിംഗ് സ്പെഷ്യൽ പെർമിഷൻ ഫോർ എക്സ്പോർട്ട് ഓഫ് ഹിൽസ to India for the last few years as token of friendship, though export of hilsa was banned in the country in 2012. The demand for the fish during Durga Puja is extremely high in West Bengal, as the quality of Patmir, Ilish or a hilsa fish from Patma river in Bangladesh is considered of a superior quality. Bangladesh produces almost 75% of the world's hilsa output. അപ്പോൾ ഹിൽസ ഫിഷിനെ ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2080 MT എന്ന് പറയുന്നത് മില്യൺ ടൺസ് അല്ലെങ്കിൽ മെഗാ ടൺ. സോ മില്യൺ ടൺസ് ഓഫ് ഹിൽസ ഫിഷാണ്. മില്യൺ ടൺസ് ആയിരിക്കും ടൺസ് ഓഫ് ഹിൽസ ഫിഷ് ടു ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോറി. സോ നെക്സ്റ്റ് ന്യൂസ് നോക്കാം. Study probes how ejections from sun's corona influence space weather predictions, crucial for monitoring satellites. So a recent study has shown how conditions and events in the solar atmosphere like coronal mass ejections influence the accuracy of space weather prediction, which is crucial for health of our satellites. This understanding will aid in the interpretation of our data from upcoming Aditya L1, India's first solar mission. അപ്പോൾ സണ്ണിൻ്റെ സ്റ്റഡി പ്രോബ്സ് ഹൗ ഇജക്ഷൻസ് ഫ്രം സൺസ് കൊറോണ ഇൻഫ്ലുവൻസ് സ്പേസ് വെതർ പ്രഡിക്ഷൻസ് ക്രൂഷ്യൽ ഫോർ മോണിറ്ററിങ് സാറ്റലൈറ്റ്സ്. അപ്പോൾ സാറ്റലൈറ്റ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റഡി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഹൗ കണ്ടീഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ സോളാർ അറ്റ്മോസ്ഫിയറിലെ കണ്ടീഷൻസ്, അതായത് കൊറോണൽ മാസ് ഇജക്ഷൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അക്യുറസി ഓഫ് സ്പേസ് വെതർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് അതൊക്കെ വിച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് അവർ സാറ്റലൈറ്റ്സിൻ്റെ
ഇവിടെ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. സ്റ്റഡി പ്രോബ്സ് ഹൗ ഇജക്ഷൻസ് ഫ്രം സൺസ് കൊറോണ ഇൻഫ്ലുവൻസ് സ്പേസ് വെതർ പ്രഡിക്ഷൻസ് ക്രൂഷ്യൽ ഫോർ മോണിറ്ററിങ് സാറ്റലൈറ്റ്സ്. അപ്പോൾ സണ്ണിൻ്റെ ലെയർന്ന് കൊറോണ ഇൻഫ്ലുവൻസ് സ്പേസ് വെതർ പ്രഡിക്ഷൻസ് എത്ര ക്രൂഷ്യലാണ് മോണിറ്ററിങ് സാറ്റലൈറ്റ്സിനെ മോണിറ്റർ ചെയ്യാനെന്ന് ഇപ്പോൾ ഒരു പുതിയ പഠനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ന്യൂസ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് UGC organizes webinar on ensuring inclusive governance, making every person matter. So equity and inclusion of a NEP 2020 has given a national perspective to education of tribals. It is true manifest of a good governance. So Ministry of Education and UGC ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ എൻഷുറിങ് ഇൻക്ലൂസീവ് ഗവർണൻസ്, മേക്കിംഗ് എവറി പേഴ്സൺ മാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് UGC എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും UGCയും ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തു. അത് ഇൻക്ലൂസീവ് ഗവർണൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാ പേഴ്സണേയും മാറ്റർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഫൗണ്ടഡ് ഓൺ 1956 ഫോം ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ DP സിംഗ് ആണ്. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയും ന്യൂസേ ഉള്ളൂ. സോ താങ്ക് യു എവരി വൺ.